ആരോഗ്യം സമ്പത്ത്. അയ്യോ വിശന്നിട്ട് വയ്യ, കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു. എൻ്റെ വിശപ്പ് മാറിക്കിട്ടി, കൊതിച്ചിക്കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു. അതെങ്ങനെ? കുറുമ്പൻ ചോദിച്ചു. ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി, നല്ല രുചിയുള്ള ചോര. കൊതിച്ചിക്കൊതുക് ചിരിച്ചു. അയ്യോ വിശക്കുന്നേ, കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു. അതാ ആ ചെറുക്കൻ, അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ്, നിനക്കെന്തെങ്കിലും കിട്ടാനിടയുണ്ട്. കൊതിച്ചി കുറുമ്പനെ സമാധാനിപ്പിച്ചു. ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു, നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്നവർക്കറിയാം. നീ എൻ്റെ കൂടെ വരുമോ? കുറുമ്പൻ ചോദിച്ചു. അയ്യോ ഞാനില്ല, എനിക്ക് മുട്ടയിടാൻ നേരമായി. കൊതിച്ചി ഒഴിഞ്ഞു മാറി. മുട്ടയിടാനോ? എവിടെ? കുറുമ്പൻ ചോദിച്ചു. കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം, കൊതിച്ചി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ, നമുക്ക് പിന്നെ കാണാം. കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു. കൊതിച്ച് കൊതിയനീച്ച പറന്നു വന്നു, ചേറിലും ചോറിലും മാറി മാറിയിരുന്നു. കൊതിച്ച് കൊതുകൊരുത്തി പറന്നു വന്നു, സൂചി കുത്തി ചോരയൂറ്റി മൂളി പറന്നു. കഥ വായിച്ചല്ലോ. കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് പറയാമോ? ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? വായിക്കാം. ഊണ് കഴിക്കുന്ന സിധു. കുറുമ്പൻ ഈച്ച പറന്നു വരുന്നു, പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു. കുറുമ്പൻ ഈച്ച വിശക്കുന്നേ. സിധു. അയ്യേ ഈച്ച. കുറുമ്പൻ പാത്രത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു. സിധു ആട്ടിപ്പായിക്കുന്നു. ഈച്ച പിന്നെയും ചുറ്റിപ്പറക്കുന്നു. കുറുമ്പൻ ഈച്ച വിശക്കുന്നേ. സിധു. മുത്തശ്ശി ഓടിവാ, ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു. മുത്തശ്ശി വരുന്നു. മുത്തശ്ശി. ഈച്ചയെ ആട്ടിപ്പായിക്ക്. സിധു. ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി. മുത്തശ്ശിയും സിധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു. മുത്തശ്ശി. ഈച്ചയെ ആട്ടിപ്പായിച്ചല്ലോ, ഇനി ഊണ് കഴിക്കാം. സിധു ഊണ് കഴിക്കുന്നു. നാടകമാക്കാം. പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം. പറഞ്ഞതാര്? വരച്ചു ചേർക്കാം. നല്ല രുചിയുള്ള ചോര. അങ്ങനെ പറഞ്ഞതാരായിരിക്കും? ആരാണെന്ന് പറഞ്ഞേ. നല്ല രുചിയുള്ള ചോര. ശരിയാണ്, കൊതുകാണ് അങ്ങനെ പറഞ്ഞത്. അയ്യോ വിശക്കുന്നേ, അങ്ങനെ പറഞ്ഞതാരായിരിക്കും? ശരിയാണ്, ഈച്ചയാണ് അങ്ങനെ പറഞ്ഞത്. ഈച്ചയെ ആട്ടിപ്പായിക്ക്, അങ്ങനെ പറഞ്ഞതാരായിരിക്കും? ശരിയാണ്, മുത്തശ്ശിയാണ് അങ്ങനെ പറഞ്ഞത്. ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു, അങ്ങനെ പറഞ്ഞതാരായിരിക്കും? ശരിയാണ്, സിധുവാണ് അങ്ങനെ പറഞ്ഞത്. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അവധി ദിനമാണ്. സിധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ. ശോ, വല്ലാത്ത ദാഹം. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. സിധു വീട്ടിലേക്ക് ഓടി. നാരങ്ങ എടുത്തു മുറിച്ചു, വെള്ളമെടുത്തു. നീ കൈ കഴുകിയോ സിധു? മുത്തശ്ശി കണ്ടുപിടിച്ചു. അയ്യോ, കൈ കഴുകാൻ മറന്നുപോയി. നീ പാത്രം കഴുകിയോ സിധു? നാരങ്ങ കഴുകിയോ സിധു? ശുചിത്വശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളമുണ്ടാക്കിയാലോ? ഞങ്ങൾ രോഗം പരത്തും. ചിത്രം നോക്കൂ. ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം. മന്ത്, എലിപ്പനി, നിപ്പ, കോളറ. ഈ രോഗങ്ങളിൽ എലി പരത്തുന്ന രോഗത്തിൻ്റെ പേരെന്താണെന്ന് പറയാമോ? എലിപ്പനി. ഈച്ച പരത്തുന്ന രോഗത്തിൻ്റെ പേരറിയാമോ? കോളറ. കൊതുക് പരത്തുന്ന രോഗത്തിൻ്റെ പേരറിയാമോ? മന്ത്. വവ്വാൽ പരത്തുന്ന രോഗത്തിൻ്റെ പേരറിയാമോ?
നിപ്പ. ടെലിവിഷനിൽ വാർത്ത വായിക്കാം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഞ്ജരി. മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് നൂറുകണക്കിനാളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. പത്രവാർത്തകൾ വായിക്കാം. ഭക്ഷ്യവിഷബാധ, 4 പേർ ആശുപത്രിയിൽ. ഹോട്ടലുകളിൽ പരിശോധന, പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പത്രവാർത്തകൾ വായിച്ചല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? കൂടുതൽ വാർത്തകൾ കണ്ടെത്തി എഴുതാം. ആരോഗ്യവകുപ്പ് 2 ഹോട്ടലുകൾ അടപ്പിച്ചു. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശുചിത്വ സന്ദേശ റാലി. സിധുവിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ്. സന്ദേശവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത്? മാലിന്യമുക്ത കേരളം, എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം, ഭക്ഷണം വലിച്ചെറിയരുത്, ശുചിത്വം നമുക്കൊരു ശീലമാക്കാം, ശുചിത്വമുള്ള നാട് സുരക്ഷിതമായ നാട്, കൈ കഴുകി രക്ഷപ്പെടാം രോഗങ്ങളിൽ നിന്ന്. പാടാം, രസിക്കാം. കുട്ടികളല്ലേ ചന്തങ്ങൾ. പാവക്കുട്ടി ചെളിയിൽ വീണു തിത്തകതെയ്തകതെയ്താരം, ഓടിച്ചെന്നു വാരിയെടുത്തു കഴുകിയുണക്കി കുഞ്ഞൂട്ടൻ, പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത്, കുതറിച്ചാടി പാവക്കുട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ടാ. കയ്യിൽ കാലിൽ ചെളിയുണ്ട്, നഖത്തിനുള്ളിൽ ചെളിയുണ്ട്, മേലാകെ ചെളിയാണല്ലോ, ഇന്ന് കുളിച്ചിട്ടില്ലേ നീ, അയ്യോ കഷ്ടം കുഞ്ഞൂട്ടാ. കുട്ടികളല്ലേ ചന്തങ്ങൾ. മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി കുതറിച്ചാടിയതെന്തുകൊണ്ടായിരിക്കും?